ഏറ്റുമാനൂരിലെ അഭിഭാഷക ജിസ്മോളുടെയും മക്കളുടെയും മരണത്തിൽ ഭർത്തൃപിതാവ് ജോസഫിന്റെ ശബ്ദപരിശോധന ഇന്നുണ്ടാകും. ആത്മഹത്യയ്ക്ക് പിന്നിൽ ജോസഫിന്റെ നിർണായക പങ്ക് പോലീസ് സംശയിക്കുന്നുണ്ട്. ജോസഫിന്റെ ശബ്ദ സന്ദേശവും പോലീസിന് ലഭിച്ചിരുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ടോബി, ഗുഡ് മോർണിംഗ്. ഈ ഭർത്തൃപിതാവ് എന്ത് ചെയ്യുന്ന ആളാണ്? അദ്ദേഹത്തിന്റെ പങ്ക് പോലീസിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞോ? ഗുഡ് മോർണിംഗ് SKN. അദ്ദേഹത്തിന്റെ പങ്ക് പോലീസിന് കൃത്യമായി ബോധ്യപ്പെട്ടിരുന്നു. അത് കൃത്യമായി ആദ്യം തന്നെ ചില തെളിവുകൾ ഇയാൾക്കെതിരെ ലഭിച്ച സാഹചര്യത്തിലാണ് ഈ ഭർത്തൃപിതാവായിട്ടുള്ള ജോസഫിന്റെയും അതുപോലെ തന്നെ ജിസ്മോളുടെ ഭർത്താവ് ജിമ്മിയുടെയും അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയത്. ഇരുവരും നിലവിൽ റിമാൻഡിലാണ് ഉള്ളത്. എന്തായാലും ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് എന്ന് പറയുന്നത് ഈ ജിസ്മോളുടെ മൊബൈലിൽ നിന്നും ലഭിച്ച ചില ശബ്ദ സംഭാഷണങ്ങളാണ്. അത് പരിശോധനയ്ക്ക് വേണ്ടി, ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് ഫോറൻസിക് ലാബിലേക്ക് നൽകിയിട്ടുണ്ട്. അതിന്റെ പരിശോധനയാണ് നടക്കുന്നത്. അപ്പോൾ ഈ ശബ്ദ പരിശോധനയ്ക്ക് വേണ്ടി ഈ ഭർത്തൃപിതാവ് ജോസഫിന്റെയും ശബ്ദ സാമ്പിളുകൾ ശേഖരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് തിരുവനന്തപുരത്തെ ലാബിലെത്തിച്ച അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്താനാണ്, ശബ്ദ സാമ്പിൾ ശേഖരിക്കാനാണ് പോലീസ് തീരുമാനിച്ചിട്ടുള്ളത്. ആ നടപടിയിലേക്ക് പോലീസ് കടക്കുകയാണ്. അത് ഈ കേസിൽ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡനം എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് അച്ഛനെയും മകനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം ഈ സംഭവം നടന്നതിന് പിന്നാലെ ഇതൊരു ആത്മഹത്യ തന്നെയാണോ എന്നൊരു സംശയം, കൊലപാതകമാണോ എന്ന് പോലും ചില ബന്ധുക്കൾ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു CCTV പുറത്തു വന്നിരുന്നു. അതായത് ഈ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കുട്ടികളുമായി ജിസ്മോൾ സ്കൂട്ടറിൽ പോകുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. പോലീസിന്റെ അന്വേഷണത്തിലാണ് അത് കണ്ടെത്തിയത്. അപ്പോൾ ഈ ആത്മഹത്യ തന്നെയാണ് ഇതെന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുണ്ട്. എന്നാൽ അതിനൊക്കെ നയിച്ച സാഹചര്യങ്ങൾ, അത് നയിച്ചത് ആരൊക്കെയാണ്, ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള 2 പേർക്ക് അതിൽ എന്തൊക്കെ പങ്കുണ്ട്, അവരുടെ കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നിർണായക ചില നീക്കങ്ങളാണ് ഏറ്റുമാനൂർ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ശബ്ദ സാമ്പിൾ ശേഖരിച്ച് അത് വിശദമായ പരിശോധന നടത്തി ഈ കേസിൽ കോടതിയിൽ ഹാജരാക്കുകയാണ് പോലീസ് ചെയ്യാൻ നോക്കുന്നത്. എന്തായാലും ഒരു ജാമ്യാപേക്ഷ കൂടി, കഴിഞ്ഞ ദിവസം ഈ 2 പേരുടെയും ജാമ്യാപേക്ഷ കോട്ടയം കോടതി തള്ളിയിരുന്നു. അപ്പോൾ ഇനി വീണ്ടും ഒരു ജാമ്യാപേക്ഷ കൂടി നൽകാനുള്ള സാധ്യതയുണ്ട്. അത് നൽകുന്ന സമയത്ത് തന്നെ ഈ പരിശോധനാ ഫലം കൂടി ഒരുപക്ഷെ പോലീസ് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. SK. ടോബി ജോൺസൺ